ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലായിടത്തും ക്രിസ്മസ് സെലിബ്രേഷൻ നടക്കുന്ന സമയമല്ലേ ഇപ്പോൾ. അപ്പോൾ ഇതാന്ന് മിലുവിൻ്റെ നഴ്സറിയിൽ ക്രിസ്മസ് സെലിബ്രേഷനാണ്. എല്ലാവരോടും ചുവപ്പ് ഡ്രസ്സ് ഇട്ട് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ എന്താ മിലു നഴ്സറിയിൽ പോകാൻ വേണ്ടി റെഡിയായി വന്നു. മിലുവിൻ്റെ ഒരു ഫ്രണ്ടും ഉണ്ടായിരുന്നു കേട്ടോ കൂടെ. അങ്ങനെ നല്ല തുള്ളിച്ചാടി നഴ്സറിക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. കുറച്ചുകൊണ്ട് എത്തിയപ്പോൾ ആൾക്ക് നടക്കാൻ വയ്യാന്നൊക്കെ പറയാൻ തുടങ്ങി. അങ്ങനെ ഞാൻ അവനെടുത്ത് നഴ്സറിയിലെത്തിയപ്പോൾ അതാ എല്ലാവരും ചുവപ്പ് ഡ്രസ്സ് ഇട്ടിട്ടാണ് വന്നിരിക്കുന്നത്. എല്ലാവരോടും ചുവപ്പ് ഡ്രസ്സ് ഇട്ടിട്ട് വരാൻ പറഞ്ഞതായിരുന്നു ടീച്ചർ. അപ്പോൾ അതാ എല്ലാവരും ഒരുപോലെ ചുവപ്പ് ഡ്രസ്സും തൊപ്പിയൊക്കെ വെച്ച് വന്നപ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. അങ്ങനെ നമ്മൾ സാന്റാക്ലോസിനെ കണ്ടു. അവിടെ ഒരു സാന്റാക്ലോസ് ഉണ്ടായിരുന്നു. ടീച്ചർ ഇതാ പുൽക്കൂടൊക്കെ റെഡിയാക്കി ഇരിക്കുന്നുണ്ട് കേട്ടോ. മോനെ കൊണ്ടാക്കി കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ വീട്ടിലേക്ക് പോന്നു കേട്ടോ. കാരണം ഉച്ചയ്ക്ക് ശേഷമായിരുന്നു പരിപാടി. അങ്ങനെ ഇതാ ഉച്ചയായി, കുട്ടികളുടെ പരിപാടിയൊക്കെ തുടങ്ങി. ടീച്ചേഴ്സും കട്ടയ്ക്ക് കൂടെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാവരും റെഡ് കളർ ഡ്രസ്സ് ഇട്ടപ്പോൾ നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ. അതിൽ കൂടെ ഈ തൊപ്പിയും കൂടി വന്നപ്പോൾ നല്ല രസമുണ്ട് കാണാൻ. അങ്ങനെ ഇതാ ബലൂണൊക്കെ വീർപ്പിച്ച് എല്ലാ കുട്ടികളുടെ കയ്യിലും കൊടുത്തിട്ടുണ്ട്. എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി. കാരണം കുഞ്ഞുമക്കൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കര സന്തോഷമുള്ള കാര്യം കേട്ടോ. മിലുവിന് എക്സ്പെഷ്യലി നല്ല സന്തോഷമായിട്ടുണ്ട്. കാരണം മിലു ആദ്യമായിട്ടാണ് ഇങ്ങനെ ഓരോ എക്സ്പീരിയൻസ് ഒക്കെ. കാരണം മിലുവിന് ഇന്നുവരെ ചേർത്തിയിട്ടില്ല. പിന്നെ മിലു പോകാൻ തുടങ്ങിയിട്ട് ആകെ ഒരു മാസമായിട്ടുള്ളൂ. അപ്പോൾ മിലുവിന് നല്ല സന്തോഷമായി. മിലു വീട്ടിൽ വന്നിട്ടൊക്കെ തന്നെ പറഞ്ഞു കേട്ടോ. ഇത് നമ്മുടെ ഇന്നത്തെ പരിപാടിയായിരുന്നു. ഇന്ന് എന്തായാലും ക്ലാസ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്നലെ ഇരുന്ന് പരിപാടി. അങ്ങനെ കുറച്ച് നേരം പുറത്തൊക്കെ കൊണ്ടുപോയി കുട്ടികളിലൊക്കെ എല്ലാവരും പാട്ടൊക്കെ വെച്ച് നല്ല പോലെ ടീച്ചേഴ്സും എല്ലാവരും കൂടിയിട്ട് കളിക്കാനും തുള്ളിച്ചാടാനൊക്കെ തുടങ്ങി കേട്ടോ. നൂറുക്കുട്ടിയുടെ സ്കൂളിൽ ഇതുപോലുള്ള പരിപാടിയൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. അവളുടെ സ്കൂൾ ഒരു ഇസ്ലാമിക് സ്കൂളായതുകൊണ്ട് അവിടെ അങ്ങനെ പരിപാടിയൊന്നും ഉണ്ടാവാറില്ല. ഓണത്തിൻ്റെ ഒരു പരിപാടി, ക്രിസ്മസിൻ്റെ പരിപാടി അങ്ങനെയുള്ളതൊന്നും ഉണ്ടാവാറില്ല. അപ്പോൾ നൂറുകുട്ടിക്കും നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. നഴ്സറിയിൽ നിന്ന് ഇങ്ങനെ പരിപാടിയാണെന്ന് പറഞ്ഞപ്പോൾ അവൾക്കും ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു പോകണം എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ അവൾ ക്ലാസ് ഉണ്ടായിരുന്നു. അങ്ങനെ ക്ലാസ്സിൽ പോയി. അങ്ങനെ മധുരത്തിനായിട്ട് അവർക്ക് കേക്കും കൂടി കിട്ടിയപ്പോൾ സന്തോഷമായി എന്ന് തന്നെ പറയാം കേട്ടോ. അങ്ങനെ ലാസ്റ്റ് കുറച്ച് 2-3 കുട്ടികൾ പാട്ടൊക്കെ പാടിയിട്ടുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു അവരുടെ പാട്ട്. അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അവർ നന്നായിട്ട് തന്നെ പാടി. അങ്ങനെ ആ പാട്ടും കളിയും ചിരിയൊക്കെ ആയിട്ട് അവരുടെ ഇന്നത്തെ നഴ്സറിയിൽ പരിപാടി ഉഷാറായി എന്ന് തന്നെ പറയാം. നമ്മുടെ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണേ. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്.